السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا تطلبن عند المهيمن منزلا إن كنت تطلب عند ناس منزلا. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രശസ്തമായ നാട്ടിൽ മഹാനായ മുഹമ്മദ് സയ്യിദ് ഷരീഫ് അൽ മദനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളെ അനുസ്മരിക്കാനും മഹാനവറുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കാനും അതോടനുബന്ധിച്ച് മഹാനവറുകളുടെ പേരിൽ ഇവിടെ നടക്കുന്ന ധാരാളം ദീനി സംരംഭങ്ങളെ പരിപോഷിപ്പിക്കാൻ 5 വർഷത്തിലൊരിക്കൽ നടന്നുവരാറുള്ള ഉറൂസിന്റെ ഭാഗമായി നടക്കുന്ന ഈ മതപ്രഭാഷണ പരമ്പരയിൽ ധാരാളം പണ്ഡിതന്മാരും സയ്യിദന്മാരും ഇതുവരെയായും നിങ്ങളോട് സംസാരിക്കുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്നും സഹകാരികളിൽ നിന്നും പ്രവർത്തിക്കുന്നവരിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം വളണ്ടിയർമാരും നാട്ടുകാരും ഇതിന്റെ പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളും പണ്ഡിതന്മാരും മോമിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കുമാറാകും.
സുഹൃത്തുക്കളെ, ഇഖ്ലാസില്ലാത്ത അമലുകൾ നിഷ്ഫലമാണ് എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കണം എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇഖ്ലാസില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അല്ലാഹു തആല നല്ലവനാണ്, അവൻ നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ. നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ തൃപ്തിയല്ലാത്ത വേറെ എന്തെങ്കിലും ദുരുദ്ദേശം, സ്ഥാനമാനമോ കാര്യലാഭമോ മറ്റേതെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്ത മറ്റെന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചു പോയാൽ അത് നമ്മേക്കാൾ നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ വഞ്ചിക്കാനോ ചതിക്കാനോ ആർക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ നിർദ്ദേശം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായും വണക്കം അല്ലാഹുവിന് മാത്രം തനിപ്പിച്ചുകൊണ്ട് അമൽ ചെയ്യണം, പ്രവർത്തിക്കണം എന്നതാണ് അല്ലാഹുവിന്റെ കൽപ്പന. അല്ലാഹുവിന്റെ പുറമെ മറ്റൊന്നിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു പ്രവർത്തനം അല്ലാഹു തആല അത് ഇഷ്ടപ്പെടുന്നവനോ സ്വീകരിക്കുന്നവനോ അല്ല. അതുകൊണ്ട് സംസാരിക്കുന്ന എനിക്ക് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. കേൾക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കേൾക്കാൻ കഴിയണം. സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ കഴിയണം. അങ്ങനെ ഏത് പ്രവർത്തനങ്ങളും രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കണം. അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകും. അല്ലാഹുവിന്റെ സൃഷ്ടികളെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയും. എന്റെ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് നാവുകൊണ്ട് വേറെ ഒന്ന് പറയാൻ ഉദ്ദേശിച്ചാൽ പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ മറച്ചുവെച്ച എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മെക്കാൾ നന്നായി അറിയും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറെ ഏത് കാര്യം ഖൽബിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതറിയാൻ അല്ലാഹുവിന് കഴിയും. ഇതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹുൽ ബുഖാരി നമ്മൾ മറിച്ചു നോക്കിയാൽ ആദ്യമായി സഹീഹുൽ ബുഖാരിയിൽ കാണുന്ന ഹദീസ് തന്നെ ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസീബുഹാ അവ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വീകാര്യത അത് ഉദ്ദേശപ്രകാരമാണ്. എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതാണ് അല്ലാഹുവിന്റെ നോട്ടം. വഇന്നമാ ലിംരിഇൻ മാ നവാ, ഏതൊരു മനുഷ്യനും അവനവൻ കരുതിയതാണ് ലഭിക്കുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരാണോ സ്വന്തം നാടും വീടും വിട്ട് കുടുംബം വിട്ട് സമ്പത്ത് കൈയൊഴിച്ച് അതാ പുറപ്പെട്ടു വന്നിട്ടുള്ളത്, അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു വന്ന ഹിജ്റയാണെങ്കിലും ശരി, അല്ല നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ നിന്നിപ്പോൾ ഇവിടെ ഉള്ളാളം ദർഗയുടെ സമീപത്ത് വാദ് കേൾക്കാൻ വേണ്ടി വന്ന വരവാണെങ്കിലും ശരി, വിനീതനായ എവിടെ നിന്നാണോ വരുന്നത് ഈ വരവാണെങ്കിലും ശരി, ആര് എന്തും വിട്ടുകൊണ്ടാണോ പുറപ്പെട്ടു വന്നിട്ടുള്ളത്, എന്താണോ മനുഷ്യൻ കൈവെടിഞ്ഞിട്ടുള്ളത്, അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിന് വേണ്ടിയാണോ,
ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി, ആ ഉദ്ദേശത്തോടുകൂടി എന്ത് കാര്യത്തിന് പുറപ്പെട്ടോ ആ തൃപ്തി അല്ലാഹു തആല നൽകും. ഇനി ആരെങ്കിലും ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി വന്നോ, വഅദ് പറയാൻ വരുന്ന മുസ്ലിയാർ, അയാള് വന്നത് വഅദ് കഴിഞ്ഞു പോകുമ്പോ ഇത്ര സംഖ്യ കിട്ടണം, ആ സംഖ്യ കിട്ടാൻ വേണ്ടിയാണോ വന്നത്? അല്ലെങ്കിൽ ആളുകളെല്ലാം എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എന്റെ കൈപിടിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാനൊരു വലിയ പ്രസംഗകനാണെന്ന് ജനങ്ങൾ പറയണം, ആളുകളൊക്കെ എന്നെ ആദരിക്കണം, എന്റെ ഫോട്ടോ പത്രത്തിൽ വരണം, ഫ്ലക്സ് ബോർഡിൽ തൂക്കണം, എനിക്ക് സ്വാഗതം പറയണം, എനിക്ക് നന്ദി പറയണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഇതിനു വേണ്ടിയാണോ വഅദ് പറയുന്ന മുസ്ലിയാർ വന്നത്? വഅദ് കേൾക്കാൻ വേണ്ടി വന്നവർ ഞാനും ഉറൂസിന് പോയിട്ടുണ്ട് എന്ന് പറയാനാണോ വന്നത്? ഉറൂസിന്റെ പരിപാടി സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ ഞാൻ വളണ്ടിയർ ആയിട്ടുണ്ട് എന്ന് പറയാനാണോ? സംഘടിപ്പിക്കുന്ന സംഘാടകർ, പ്രവർത്തകർ, നേതാക്കൾ, അങ്ങനെ ഓരോരുത്തരും ഞങ്ങളാണത് സംഘടിപ്പിച്ചത്, ഞങ്ങളാണത് നടത്തിയത് എന്ന് പറയാനാണോ? ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് മുഴുവനും അല്ലാഹു അറിയുന്നവനായതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ കാര്യലാഭത്തിനോ സ്ഥാനമാനത്തിനോ അവിമ്രാത്തിനി അങ്കിഹുഹാ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിവാഹത്തിന് വേണ്ടിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കറിയാം, മക്കയിൽ നിന്ന് നാടും വീടും വിട്ടുപോയ സഹാബികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ നാടും വീടും വിട്ടു പോയിട്ടുള്ളത് മദീനയിലേക്ക്. ആ പോകുന്ന സമയത്ത് വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം നാടും വീടും വിട്ടവർ പോയതാണ്, പലായനം ചെയ്തതാണ്, ശത്രുക്കളുടെ മർദ്ദനം കൊണ്ട് നിർവാഹമില്ലാത്തതിനാലാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് പോയവർ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് പോയവർ, വല്ലാഹു റസൂലുഹു അഹഖു അൻ യുർനൂഹു, അള്ളാഹുവിന്റെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറത്തു പോയവരുണ്ട്. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ ഹിജ്റ പോയാൽ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കും. നാടും വീടും വിട്ടുപോയാൽ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കും എന്ന ഒരു ലക്ഷ്യവും കൂടി മനസ്സിൽ ഉദ്ദേശിച്ചു പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, മനസ്സിലുള്ളത് നോക്കി വായിക്കാനും പറയാനും കഴിയുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകം എന്നോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ നബിയല്ല, അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടികളിൽ ഒരു വ്യക്തിയാണ്, ഒരു പ്രധാനപ്പെട്ട സയ്യിദാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനന്തരക്കാരിൽപ്പെട്ട പ്രഗൽഭനായ പണ്ഡിതനാണ്. ആ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ എന്നെ പീഡിച്ചോരാരും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്നെ പിടിച്ചവര് ഭയപ്പെടേണ്ടതില്ല. മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ അഹ്മീക ഫിദ്ദുനിയാ
വയൗമൽ ഖിയാമത്തി. അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ കൂടെ നടക്കുന്നവരാരോ അവർക്കാണ് മുരീദന്മാരെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം ചരിത്രങ്ങളും സംഭവങ്ങളും വിവരിക്കുന്ന ബഹ്ജ, ആ ബഹ്ജയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആർക്കാണ് മുരീദ് എന്ന് പറയുന്നത്. അതേ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നല്ലവരായ ആളുകളുടെ കൂടെ കൂടുന്നവർ, നല്ലവരുടെ കൂടെ പങ്കെടുക്കുന്നവർ, നല്ലവരുടെ കൂടെ ജീവിക്കുന്നവർ, നല്ലവരുടെ കൂടെ സൽക്കർമ്മങ്ങളിലെല്ലാം പങ്കുചേരുന്നവർ, അവരുടെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും പങ്കുചേരുന്നവർ, അത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് യുരീദൂന വജ്ഹ. ഈ യുരീദൂന എന്ന വാചകത്തിൽ നിന്നാണ് മുരീദ് എന്ന വാചകം വന്നിട്ടുള്ളതെന്ന് പറയുന്നു. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കൂടെ കൂടിയിട്ടുള്ളവർ, അവിടുത്തെ ശിഷ്യന്മാരായി വളരുന്നവർ, അവിടുത്തെ നിർദ്ദേശം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നവർ, അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചെവിക്കൊള്ളുന്നവർ, അതല്ലേ മുരീദന്മാർ. മുരീദീ തമസ്സക് ബീ, നീ എന്നെ മുറുകെ പിടിക്കണേ. എന്താണ് എന്നെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സുബ്ഹാനല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചുമലിൽ ഇങ്ങനെ അമർത്തിപ്പിടിക്കണം എന്നാണോ? അല്ല, അല്ല. അത് സ്കൂട്ടറിന്റെ മേലെ പോകുമ്പോഴാണ്. സ്കൂട്ടറിന്റെ മേലെ പോകുമ്പോ മുന്നിലുള്ള ആളുടെ ചുമലിന്റെ മേലെ അമർത്തിപ്പിടിച്ച് ബേക്കിലുള്ളവൻ യാത്ര ചെയ്യും. അതുപോലെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചുമല് പിടിക്കണം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മറിച്ച് മൻ തമസ്സക ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ഫലഹു മിയത്തു അജ്രി ശഹീദ്, അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതാ തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. കിതാബുല്ലാഹി വഇത്റതി. ഇങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകളും ഹദീസിലില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കണേ, എന്റെ ചര്യ മുറുകെ പിടിക്കണേ, അതുപോലെ എന്റെ അഹ്ലു ബൈത്തിനെ, എന്റെ ഇത്രത്തിനെ, എന്റെ കുടുംബത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ. അപ്പൊ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുരീദി തമസ്സക് ബി, എന്റെ മുരീദേ, അഥവാ എന്റെ കൂടെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് എന്റെ കൂടെ വരുന്ന മനുഷ്യ, തമസ്സക് ബി, എന്നെ മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞാ കൈകൊണ്ട് അമർത്തി പിടിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഞാൻ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്, ഞാൻ ഏത് റൂട്ടാണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്, ഞാൻ നിങ്ങളോട് ഏത് വഴിയിലാണ് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഏത് റൂട്ടിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ വഴി എന്താണോ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയാണ്, അത് ശരീഅത്ത് പിന്തുടരുന്ന വഴിയാണ്. പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിൽ ഒരൽപ്പവും വ്യതിചലിക്കാതെ പണ്ഡിതന്മാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, ഖുർആനോത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, മാതാപിതാക്കളോട് വലിയ അദബ് കാണിച്ചുകൊണ്ട്, അയൽവാസികൾക്ക് നന്മ ചെയ്തുകൊണ്ട്, കുടുംബ ബന്ധം ചേർത്തുകൊണ്ട്, നാവ് കൊണ്ട് ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഏഷണി പറയാതെ, ഭീഷണിപ്പെടുത്താതെ, അനാവശ്യം സംസാരിക്കാതെ, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ, കാതുകൊണ്ട് ഹറാം കേൾക്കാതെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ച ഒന്നിനെയും നിന്ദിക്കാതെ,
അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ട്, അല്ല സ്നേഹിക്കാൻ പറഞ്ഞതിനെ സ്നേഹിച്ചുകൊണ്ട്, വിശ്വസിക്കാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചുകൊണ്ട്, കർമ്മപരമായി ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞതൊക്കെ പകർത്തിക്കൊണ്ട്, അള്ളാഹു വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനേത് മാർഗത്തിലാണോ പ്രവർത്തിക്കുന്നത്, ഞാനേത് മാർഗമാണോ വരച്ച് കാണിച്ചത്, അത് നന്നായി മുറുകെ പിടിക്കുമ്പോഴാണ് എന്നെ മുറുകെ പിടിക്കുന്നവനാകുന്നത്. അതാണ് എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ അവര് ഭയപ്പെടേണ്ടതില്ല. ദുന്യാവിലും അവരെ കാര്യത്തിൽ ഞാൻ ഇടപെടും, ആഖിറത്തിലും ഞാൻ അവരെ കാര്യത്തിൽ ഇടപെടും. പക്ഷേ എന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കണം. അതല്ലേ ശരിയായ മുരീദ്. മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ. നീ ഞാൻ പറയുന്നത് ഉറപ്പിച്ചോളണം, എന്റെ വാക്കിൽ സംശയിക്കണ്ട, ഞാൻ പറയുന്നത് അംഗീകരിച്ചോളണം. കാരണം ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനയെ പറയൂ, എന്റെ റബ്ബ് വിരോധിച്ചതേ വിരോധിക്കൂ. ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടതും അറിഞ്ഞതും മാത്രമേ പറയൂ. അതുകൊണ്ട് നീ ശരിക്കും എന്നെ ഉറപ്പിച്ച് സ്വീകരിച്ചോ. വകുൽ ബി വാസിഖാ അഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ദുന്യാവിൽ നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കും, ആഖിറത്തിലും നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കും. ആരാ പറയുന്നു? ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഏറ്റെടുക്കുന്ന സ്ഥാനമുള്ള മുറബ്ബിയായ ശൈഖായതുകൊണ്ട് തന്നെ മഹാനവറുകളെ ചതിക്കാൻ ഒരാൾ വന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് നോക്കി വായിക്കാൻ കഴിയും. അതാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. മനസ്സിലുള്ളത് എനിക്കറിയാൻ കഴിയും, കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ രഹസ്യങ്ങളൊന്നും മറച്ചു വെക്കണ്ട, എന്നെ ചതിക്കാൻ നിങ്ങളാരും വരണ്ട. മനസ്സിലുള്ളത് കണ്ട് വായിക്കാൻ കഴിയും. അങ്ങനെ വായിച്ചു പറഞ്ഞ ധാരാളം ചരിത്രങ്ങളില്ലേ. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എത്രയോ സ്റ്റേജുകളിൽ വിനീതനായ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ആ മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെയും കൂടി വലിയ ഗുരുവര്യരല്ലേ, നേതാവല്ലേ, ഉപ്പാപ്പയല്ലേ. ഏത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളാണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, ഏത് ഔലിയാക്കളാണെങ്കിലും ശരി, ഏത് അമ്പിയാക്കളാണെങ്കിലും ശരി, വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഉർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. എല്ലാവരും ചൊല്ലിക്കൊരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ ഈ അടുത്ത് കാഞ്ഞങ്ങാട് അടുത്തൊരു സ്ഥലത്ത് നീലമ്പാറ ഇവിടെ വയത് പറയാൻ വേണ്ടി പോകുമ്പോ കാറിൽ കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, കാല് താഴ്ത്തിയിടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ട്രെയിനിൽ കയറി യാത്ര ചെയ്യും. അപ്പൊ ട്രെയിനിൽ നിന്നൊരു ഡോക്ടറെ പരിചയപ്പെട്ടു. അദ്ദേഹം കാഞ്ഞങ്ങാടിനടുത്ത് പള്ളിക്കരക്കാരനാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഒരേ ഇരുത്തം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇടക്കിടക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ഒരണ്ട് ചവിട്ടടി നടക്കുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ രോഗം വരും. അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടക്ക് എഴുന്നേറ്റ് നിന്ന് സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകാൻ നല്ലതാ. രണ്ട് നിലക്കുള്ള ആരോഗ്യം കിട്ടിയാൽ നല്ലതാ. ശരീരത്തിനും ആരോഗ്യം വേണം, ആത്മാവിനും ആരോഗ്യം വേണം. വയത് പറയുന്നത് ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, എഴുന്നേറ്റ് നിൽക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, അപ്പൊ എന്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഇരിക്കുകയും വേണോ?
നിൽക്കുന്ന നിങ്ങൾ നീക്കുകയും വേണം, ചൂടുവെള്ളം കിട്ടിയാൽ ഇരിക്കുകയും ചെയ്യാം. അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾക്ക് മനസ്സിലുള്ളത് നോക്കി പറയാനുള്ള അവകാശവും അധികാരവും അല്ലാഹു നൽകി. എങ്കിൽ പിന്നെ എല്ലാ അമ്പിയാക്കളുടെ അറിവും എല്ലാ ഔലിയാക്കളുടെ അറിവും അതെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. ആ കേന്ദ്രം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പവർ പറയണോ? സുബ്ഹാനല്ലാഹ്. മനസ്സിലുള്ളത് നോക്കി പറഞ്ഞ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദിവസം പറഞ്ഞില്ലേ, ഇന്നീ ലാ യഖ്ഫാ അലയ്യ സലാത്തുക്കും വലാ ഖുശൂഉക്കും, നിങ്ങളെ നിസ്കാരവും നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തിയും എനിക്ക് അവ്യക്തമല്ല, എനിക്കത് നന്നായി അറിയാം. നിങ്ങൾ ഞാൻ മുന്നോട്ട് നോക്കി നിസ്കരിക്കുമ്പോ, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥലത്തേക്കാണ്. അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞു നോക്കുന്നത് പാടില്ലാത്തതാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്നത് മനുഷ്യന് മനസ്സിന് ഭക്തി കിട്ടാൻ കാരണവുമാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. അതേ, പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. ഖുതുബോതുമ്പോ ഖതീബിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. നിക്കാഹ് നടത്താൻ വേണ്ടി അമ്മോശനും പുതിയാപ്പിളയും ഇരുന്നാൽ അങ്കഹത്തുക ബിന്ദി എന്ന് പറയുമ്പോ അമ്മോശൻ പുതിയാപ്പിളുടെ മുഖത്താണ് നോക്കേണ്ടത്, നിലത്തോട്ടല്ല. അതേപോലെ അതേ പുതിയാപ്പിള അമ്മോശന്റെ മുഖത്താണ് നോക്കേണ്ടത്. അത് പള്ളിയിലെ ഖതീബന്മാര് അല്ലെങ്കിൽ ഖാദിമാര് നിക്കാഹ് ചെയ്യുമ്പോ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതാണ്. മുഖത്ത് നോക്കി പറഞ്ഞോ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നമ്മളൊരു സാധനം വിൽക്കുകയും കൊള്ളുകയും ചെയ്യുമ്പോ 1000 ഉറുപ്പികയ്ക്ക് ഇത് ഞാൻ വിറ്റൂന്ന് തല തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ടാണോ 1000-ന് വിറ്റു എന്ന് പറയേണ്ടത്? അല്ല, നേരത്തോട്ട് നോക്കിയിട്ട് 1000-ന് വിറ്റു ഇങ്ങനെയാണോ പറയേണ്ടത്? അല്ല, മുഖത്ത് നോക്കിയിട്ടാണോ പറയേണ്ടത്? അപ്പൊ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഖാദിമാരതൊന്ന് ഉണർത്തിയാൽ നല്ലതാണ്. മുഖത്ത് നോക്കി പറയണമെന്ന് ഉണർത്തിയാൽ നല്ലതാണ്. ഉസബ്ബിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിനക്ക് ഞാൻ ഈ കുട്ടിയെ നിക്കാഹ് ചെയ്തു തരുന്നത് നല്ല നിലക്ക് നീ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നല്ല നിലക്ക് ഇങ്ങ് വിട്ട് ഒഴിവാക്കി തരണം, ശല്യം ചെയ്യരുത്. ഇത് പറഞ്ഞുകൊണ്ടാണ് നിക്കാഹ് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം സുഹൃത്തുക്കളെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഉസബ്ബിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. കെട്ടിയിട്ട് നീ കുടുങ്ങുകയും വേണ്ട, ഒഴിവാക്കലേ നിവൃത്തില്ല, നല്ല ഒഴിവാക്കി തരിക. ഇനി അല്ല, എന്നെ കെട്ടിച്ചിട്ട് ഞാനും എന്നെ ഇടങ്ങാറാക്കൊന്നുമില്ല, ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആദ്യം തന്നെ കെട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അല്ലേ ഉള്ള എല്ലാ കള്ളക്കേസും പുതിയാപ്പിള്ള മേലിൽ ചില അമ്മോച്ചന്മാര് കൊടുക്കുന്നത്. ഇല്ലാത്തത് മുഴുവൻ പറഞ്ഞ് കേസ് കൊടുക്കുക. അതുപോലെ തന്നെ പുതിയാപ്പിള്ള തിരിച്ച് കേസ് കൊടുക്കുക. ഈമാൻ ഇല്ലാത്തോണ്ടല്ലേ, തഖ്വ ഇല്ലാത്തോണ്ടല്ലേ എല്ലാ കള്ളക്കേസും ഉണ്ടാകുന്നത്. ഓ സഹോദരന്മാരെ, ഇരിക്കട്ടെ. എന്നിട്ടാണ് അങ്കഹതുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു, നിക്കാഹ് തന്നു. അത് മുഖത്ത് നോക്കിയിട്ടാ പറയേണ്ടത്. അപ്പൊ തിരിച്ചിങ്ങോട്ട് ഖബിൽതു നിക്കാഹഹാ, അതും മുഖത്ത് നോക്കിയിട്ടാണ് പറയേണ്ടത്. ഒരുപാട് കല്യാണം കഴിക്കേണ്ട ചെറുപ്പക്കാരന്റെ ഈ സദസ്സിൽ അവരൊക്കെ ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ച് എന്നെ പറഞ്ഞതാണ്. മക്കളെ കല്യാണം കഴിച്ച് കൊടുപ്പിക്കേണ്ട കുറെ ബാപ്പാരും അതുപോലെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആങ്ങളാരുണ്ട്, അവരും ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലുള്ളത് അറിയുമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ തന്നെ പെട്ട പലർക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഞാൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എനിക്ക് എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളെയും കാണാൻ കഴിയും. നമുക്കാർക്കെങ്കിലും മുന്നോട്ട് നോക്കുമ്പോ പിന്നെ കാണാൻ കഴിയോ? കഴിയില്ല. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുമ്പോ പിന്നെ കാണൂല.
അതുകൊണ്ടല്ലേ കാറിന്റെ ഒരു സൈഡിൽ ഒരു ഗ്ലാസ്, ഒരു കണ്ണാടി വെച്ചിട്ടുള്ളത്. ഡ്രൈവർക്ക് തിരിഞ്ഞു നോക്കിയിട്ട് വാഹനം ഓടിക്കാൻ പറ്റൂല. തിരിഞ്ഞു നോക്കിയിട്ട് വാഹനം ഓടിച്ചാൽ പെട്ടെന്ന്